നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ജനറൽസ് ആൻഡ് ടൈപ്പ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. അതിലെ പ്രധാന ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് എസ്സേസ്, റിസർച്ച് പേപ്പേഴ്സ് ഓർ ആർട്ടിക്കിൾ, ലിറ്ററേച്ചർ റിവ്യൂ, ഡിസർട്ടേഷൻ ഓർ തീസിസ്, റിറ്റോറിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ്. അതിലെ ഫസ്റ്റ് എസ്സേസ്. ഒരു എസ്സേ എന്ന് പറയുന്നത് എന്താണ്? ഒരു 5 പാരഗ്രാഫ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും പിന്നെ കൺക്ലൂഷൻ പാരഗ്രാഫും ആയിരിക്കും. അതിനിടയിൽ 3 ബോഡി പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒന്നിനെയാണ്, ഇങ്ങനെ 5 പാരഗ്രാഫുകൾ അടങ്ങുന്നതിനെയാണ് സാധാരണ എസ്സേ എന്ന് പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥികളുടെ പുരോഗതി അളക്കുവാനാണ് ഇത് ഉപയോഗിക്കുക. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടോ അല്ലെങ്കിൽ ഒരു ആശയത്തെ പറ്റി വാദിക്കാനോ ഒരു വിഷയത്തിൽ തക്കതായ തെളിവുകളോടുകൂടി അഭിപ്രായം പറയാനോ എസ്സേകൾ ആവശ്യപ്പെടും. എസ്സേ എഴുതുമ്പോൾ ചോദ്യത്തിലെ ഇൻസ്ട്രക്ഷൻസ് വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അനലൈസ്, കമ്പയർ, കോൺട്രാസ്റ്റ്, ക്രിട്ടിക്കലി അനലൈസ്, ഡിസ്ക്രൈബ്, ഡിസ്കസ്, അങ്ങനെയുള്ളത്. പിന്നെ അക്കാദമിക് എസ്സേകൾ മിക്കവാറും ഒരു ലീനിയർ ഘടനയിലാണ് എഴുതുന്നത്. അതിനർത്ഥം ഒരു ഓർഡറിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നു എന്നർത്ഥം. പ്രാധാന്യമനുസരിച്ചോ സമയക്രമത്തിലോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അങ്ങനെയുള്ളതിനാണ് എസ്സേ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ച് പേപ്പർ ഓർ ആർട്ടിക്കിളാണ്. ഒരു റിസർച്ച് പേപ്പർ എന്താണ്? ഒരു റിസർച്ച് പേപ്പർ എസ്സേയേക്കാൾ ദൈർഘ്യമുള്ളതായിരിക്കും. ഇതിൽ വിഷയത്തെ പറ്റി കൂടുതൽ വിശദമായി കാര്യങ്ങൾ പറയും. ഒരു റിസർച്ച് പേപ്പറിന് പല വിഭാഗങ്ങളുണ്ടാവും. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ എന്നിവയാണ് ആ വിഭാഗങ്ങൾ. ചില പ്രത്യേക രീതികൾ ഉപയോഗിച്ചാണ് റിസർച്ച് പേപ്പറുകൾ എഴുതുന്നത്. അതിൽ നമ്മുടെ വാദങ്ങൾക്ക് ആവശ്യമായ തെളിവുകൾ കൊടുക്കണം. നമ്മുടെ അനുമാനങ്ങൾ എന്തൊക്കെ എന്ന് പറയണം. ഗവേഷകർ പലപ്പോഴും പ്രത്യേക ജേണലുകളിൽ പ്രസിദ്ധീകരിക്കാനാണ് അവരുടെ ഇങ്ങനെയുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കുക. ജേണലുകൾക്ക് അവയുടേതായ പ്രത്യേക രീതികളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവരെ ഗവേഷകർ തങ്ങളുടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2 രീതിന്റെ MLAയും APAയും. അതായത് ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന രീതിയാണ് MLA, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. പിന്നെ സോഷ്യൽ സയൻസുകളിലെ ഗവേഷകർ ഉപയോഗിക്കുന്നതാണ് APA, അതായത് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ സ്റ്റൈല്. ഇങ്ങനെയുള്ള സ്റ്റൈൽസ് ആണ് അവരുപയോഗിക്കുക. ഇതുകൂടാതെ ഷിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈലുമുണ്ട്. പിന്നെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഹാവേർഡ് മുതലായ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. അതാണ് എന്തിൽ പറയുന്നത്, റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ റിവ്യൂല് അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഒരാൾ ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ വേറെ ചിലർ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റുള്ള ഗവേഷകർ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രബന്ധങ്ങൾ വായിച്ചിരിക്കേണ്ടതുണ്ട്. അതിനു പുറമെ മറ്റുള്ളവരുടെ പ്രബന്ധങ്ങൾ വായിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടെടുക്കാൻ സാധിക്കും. ഗവേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ലിറ്ററേച്ചർ റിവ്യൂ. ചുരുക്കി പറഞ്ഞാൽ ഇതേ വിഷയത്തിൽ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ എഴുതിയ പുസ്തകങ്ങളുടെ വായന, ജേണൽ ആർട്ടിക്കിളുകൾ, മറ്റു ഔപചാരിക എഴുത്തുകൾ എന്നിവയുടെ വായന ഒക്കെ ഉൾപ്പെടും. വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവും ഇത് കാണിക്കും. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസർട്ടേഷനും തീസിസും.
ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. പലപ്പോഴും അവ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതായത് ചില അക്കാദമിക് പ്രോഗ്രാമുകളുടെ അവസാനം നിർബന്ധമായി ചെയ്തിരിക്കേണ്ട പ്രൊജക്റ്റുകളെയാണ് അവ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ മാസ്റ്റർ ഡിഗ്രി കിട്ടാനായി സമർപ്പിക്കേണ്ട അവസാനത്തെ പ്രൊജക്റ്റാണ് തീസിസ്. ഡോക്ടർ ഡിഗ്രി കിട്ടാനായി അവിടെ സമർപ്പിക്കേണ്ട പ്രൊജക്റ്റാണ് ഡിസർട്ടേഷൻ. എന്നാൽ ഇംഗ്ലണ്ടിലാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രിക്കായി സമർപ്പിക്കേണ്ടത് ഡിസർട്ടേഷനും ഡോക്ടർ ഡിഗ്രിക്കായി കൊടുക്കേണ്ടത് തീസിസുമാണ്. അപ്പോൾ ഈ ഡോക്ടർ തീസിസ്, അതായത് ഡോക്ടറൽ തീസിസ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ മാസ്റ്റർ പ്രൊജക്റ്റിനേക്കായി ദൈർഘ്യമുള്ളതായിരിക്കും. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ലിസ്റ്റ് ദ റെറ്ററിക്കൽ മോഡുകൾ. അതായത് റെറ്ററിക്കൽ മോഡുകൾ എന്തൊക്കെയാണ്, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. The rhetorical modes are narration, recounting facts, description, describing persons, അല്ലെങ്കിൽ place or things. അതായത് നരേഷൻ എന്ന് പറയുന്നത് വസ്തുക്കൾ നിരത്തുക, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വ്യക്തികളെയും സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയും വിവരിക്കുക, ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉദാഹരണ സഹിതം വിവരിക്കുക, ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഗണങ്ങളോ അല്ലെങ്കിൽ വിഭാഗങ്ങളോ ആക്കി തിരിക്കുക, പ്രോസസ് അനാലിസിസ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാം എന്ന് കാണിക്കും, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് സമാനതകളും വ്യത്യാസങ്ങളും കാണിക്കും. അടുത്തത് ഡെഫിനിഷൻ അർത്ഥം കാണിക്കും. നെക്സ്റ്റ് ആർഗ്യുമെന്റേഷൻ ആൻഡ് പെർസെഷൻ അവകാശം ഉന്നയിക്കുകയും അവ ന്യായീകരിക്കുകയും ചെയ്യും. അതാണ് റിറ്റോറിക്കൽ മോഡ്സും അതിൻ്റെ യൂസസും. ഇതിൽ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ പാഠത്തിൽ കേസ് സ്റ്റഡി എന്താണെന്നറിയണം, പ്രൊപ്പോസൽ എന്താണെന്നറിയണം. അതിൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസുകളിലും മെഡിസിൻ മുതലായ സയൻസ് സബ്ജക്റ്റുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് കേസ് സ്റ്റഡി. ഇതിൽ പ്രശ്നപരിഹാരങ്ങൾ, വിമർശനാത്മകമായ ചിന്ത, എഴുത്ത് എന്നിവ ഉൾപ്പെടും. യഥാർത്ഥമായതോ ഭാവനയിലുള്ളതോ ആയ കേസുകളാണ് ഇവ പരിഗണിക്കുന്നത്. അതായത് കേസ് സ്റ്റഡി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ് and science subjects like medicine. The skills involved here are problem solving, critical thinking and writing. It uses the method of analyzing sample cases which are real or imaginary. അതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പ്രൊപ്പോസൽ. പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മെത്തഡോളജിയും വിശദമായ പ്ലാനും ഒക്കെ ഉള്ളതാണ് ഒരു പ്രൊപ്പോസൽ. നിങ്ങളൊരു പുസ്തകം എഴുതാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ പ്രസാധക ഒരു പ്ലാൻ കൊടുക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിനായി ഒരു UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, പിന്നെ ISSIR അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ICSSP ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് മുതലായ ഏജൻസികളിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ വിശദമായ ഒരു പ്രൊപ്പോസലിൽ കൂടി നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പ്രാധാന്യം ആ ഏജൻസികളെ പ്രബോധ്യപ്പെടുത്തണം. അത് PhD മുതലായ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ റിസർച്ച് പ്രൊപ്പോസൽ എന്തായാലും കൊടുക്കണം.
പിന്നെ ഒരു പ്രൊപ്പോസൽ റൈറ്റിങ്ങിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ ഒരു തയ്യാറെടുപ്പിക്കലാണ് ഈ പ്രൊപ്പോസൽസ്. മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം. എഴുത്തിൽ കൂടി നിങ്ങളുടെ ഭാവി പരിപാടി സ്വീകരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. മിക്കവാറും ഒരു പ്രൊപ്പോസലുകൾക്ക് താഴെ പറയുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഒരു കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽസ്, പ്ലാൻ ഓഫ് ആക്ഷൻ, ഫണ്ടുകളുടെ ലഭ്യത, പണസഹായം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, പ്രിലിമിനറി, ബിബ്ലിയോഗ്രഫി, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒരു പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ബുക്കൊന്ന് വായിക്കുക. താങ്ക്സ്.